2025 JEE മെയിൻ റിസൾട്ട് വന്നപ്പോൾ മികച്ച വിജയം കരസ്ഥമാക്കിയ ഗൗതത്തിനെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗൗതം നമ്മുടെ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആണ്. +1 +2 പഠനത്തോടൊപ്പമായിരുന്നു ഗൗതത്തിൻ്റെ എൻട്രൻസിനുള്ള പരിശീലനവും. അപ്പോൾ ഗൗതത്തിൻ്റെ ഫ്ലാറ്റ് നമ്മുടെ തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മോനെ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. നല്ലൊരു റാങ്ക് കിട്ടി. മോൻ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം ജസ്റ്റ് വെരി ഹാപ്പി റൈറ്റ് നൗ ബിക്കോസ് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് 11th 12th പിന്നെ റിസൾട്ട് കിട്ടി. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി, ഞാൻ ഹാപ്പിയായി. എല്ലാവരും എന്ത് പറഞ്ഞു? പ്രത്യേകിച്ച് പേരൻസ്, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അധ്യാപകർ എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. മൈ പേരൻസ് പ്രൗഡ് ഓഫ് മീ. റിലേറ്റീവ്സ് ടെല്ലിങ് മീ കൺഗ്രാജുലേഷൻസ് ഐ ന്യൂ യു കുഡ് ഡു ദിസ്. ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല അതൊക്കെ പറഞ്ഞപ്പോൾ. ഇനി JEE അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ്, മോട്ടിവേഷൻ കിട്ടിയില്ലേ? മോൻ്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? പ്രൈമറി സ്കൂളിംഗ് ഒക്കെ ഞാൻ ദുബായായിരുന്നു. സോ ഞാൻ 8ാം ക്ലാസ്സിൽ ഇന്ത്യക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 9ാം ക്ലാസ് ഞാൻ ദേവമാത ജോയിൻ ചെയ്തിട്ട് അവിടെ ബ്രില്യൻറ്റിലുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഗൗതത്തിൻ്റെ ചേട്ടനും IIT 3rd ഇയർ പഠിക്കുക അല്ലേ? IIT പഠിക്കുകയാണ്, ഫൈനൽ ഇയർ പഠിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? ഗോകുലും നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിച്ച ആളാണ്. അപ്പോൾ ഗോകുലിൻ്റെ ഒരു പാതയിലേക്കാണോ ഗൗതവും മുമ്പോട്ട് പോകുന്നത്? ആ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു? അവൻ ഇൻസ്പിറേഷൻ ആയിരുന്നു. ആക്ച്വലി ഹി ടോട്ട് മീ മെനി തിങ്സ്. ഹി ടോൾഡ് മീ വാട്ട് ബുക്സ് സ്റ്റഡി ആൻഡ് ഓൾ ദാറ്റ്. അവനെ കണ്ടിട്ട് ഓക്കെ ഐ ഹാവ് ടു ബീറ്റ് ഹിം ടു. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് കൈൻഡ് ഓഫ് മൈ പുഷിംഗ് ഫോഴ്സ്. അക്കാഡമിക്കലി ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? സംശയങ്ങളൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പരിഹരിച്ചൊക്കെ തരാറുണ്ടോ? യെസ് ഓഫ് കോഴ്സ്. ഹി ഈസ് ഓൾവേസ് ദേർ ഫോർ മീ. ഹി ഈസ് ഓൾവേസ് ബൈ മൈ സൈഡ്. ഓക്കെ, എങ്ങനെയായിരുന്നു മോനെ JEE മെയിൻ്റെ ഒരു പ്രിപ്പറേഷൻ? മോൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജി ഏത് രീതിയിലായിരുന്നു? ഓക്കെ, സോ നമ്മുടെ ബ്രില്യൻ്റ് നന്നായി ക്ലാസ് എടുക്കുന്നുണ്ട്. സോ ക്ലാസ് നടക്കുമ്പോൾ ഞാൻ നോട്ട്സ് എഴുതാറുണ്ട്. വീട്ടിലെത്തുമ്പോൾ ഞാൻ നോട്ട്സ് വായിച്ചിട്ട് ഒരു ജനറൽ ഐഡിയ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കും. ബ്രില്യൻ്റ് കുറേ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ബുക്സ് എടുത്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കും. കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്റർ സെറ്റായാൽ ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഫുൾ ഇയർ പേപ്പേഴ്സ്. നമ്മുടെ ബ്രില്യൻ്റ് മോഡൽസ് നന്നായിട്ട് ക്വസ്റ്റ്യൻസിന് വെറൈറ്റിയും ഡെപ്തിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കൂടുതൽ വേറെ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ +1 +2വിനോടൊപ്പം തന്നെ എൻട്രൻസിനുമുള്ള ഒരു പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു? അത് രണ്ടും കൂടി സംയോജിപ്പിച്ച് ഒന്നിച്ച് കൊണ്ടുപോയില്ലേ? അത് എങ്ങനെയായിരുന്നു? അത് കുറച്ച് പാടായിരുന്നു സ്കൂളും ഇത് രണ്ടും കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ടീച്ചേഴ്സും ഹെൽപ്പ് ചെയ്തു. അവർ വർക്ക് ലോഡ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് സമയം സ്കൂളിന് അലോട്ട് ചെയ്തു, ബ്രില്യൻറ്റിന് കുറച്ച് സമയം അലോട്ട് ചെയ്തു. അപ്പോൾ ഷെഡ്യൂൾ കൂളായിട്ട് ചെയ്തില്ല, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൗതത്തിന് ഈ പഠിത്തത്തിൻ്റെ ഓടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹോബീസ് എന്നൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നോ? ഹോബീസ് എനിക്ക് ക്യൂബിങ്ങും ചെസ്സും ആണെങ്കിലും ഇഷ്ടമാണ്. പിന്നെ ഞാൻ മുമ്പ് ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടായിരുന്നു താഴെ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇനി മോൻ്റെ ഒരു JEE അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് മോൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് തിയറി എല്ലാം അറിയാം. സോ ഐ ജസ്റ്റ് ഹാവ് ടു ഡു ഹാർഡ് പ്രോബ്ലംസ്, ഡെപ്തിലുള്ള പ്രോബ്ലംസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ബ്രില്യൻ്റ് എക്സാം റെഗുലർലി അറ്റൻഡ് ചെയ്യും. പിന്നെ കൂടാതെ എൻ്റെ പ്രൊഫഷണൽ കുറച്ച് ബുക്സ് ചോദിച്ചിട്ടുണ്ട് അഡ്വാൻസ് ഓറിയൻറ്റഡ് ആയിട്ട്. അത് ഞാൻ ചെയ്യാൻ പോണ്. അത് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് അഡ്വാൻസ് ചെയ്താൽ പോണ്. കൂടുതലും ഏത് ടൈപ്പ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു മോന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രില്യൻ്റ് ആണത്? റെസനൻസും നമ്മുടെ ഒരു ലേണിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. അത് രണ്ടും നല്ലതായിരുന്നു. റെസനൻസ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ലേണിംഗ് ആപ്പ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറേയാണ്. നമുക്ക് ടെസ്റ്റ് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. എത്ര ക്വസ്റ്റ്യൻ വേണം, ഇത് ലെവൽ ക്വസ്റ്റ്യൻ വേണം. നല്ലതായിരുന്നു. അപ്പോൾ മോൻ്റെ മനസ്സിലൊരു ഡ്രീം IIT ഉണ്ടായിരിക്കുമല്ലോ മനസ്സിൽ? എല്ലാവരുടെയും എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കാണില്ലേ ഒരു മനസ്സിലൊരു IIT? അങ്ങനെ മോൻ്റെ മനസ്സിലുള്ള ഡ്രീം IIT ആണ്? ഡ്രീം IIT ബോംബെ തന്നെ. അത് കിട്ടിയില്ലെങ്കിൽ IIT മദ്രാസ്, രണ്ടും തന്നെ ഇഷ്ടം. ആ ഒരു അവിടെ തന്നെ IIT തന്നെ, IIT ബോംബെയിൽ തന്നെ മോന് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.